കങ്കുവ കണ്ടു ഗൈസ്. കങ്കു കങ്കു കങ്കുവ വല്ലാത്തൊരു വായായി പോയി. സീരിയസ്ലി രാവിലെ 5:30 എണീറ്റിട്ട് സിനിമ കാണാൻ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു. ഞാൻ മെയിനായിട്ട് സൂര്യയുടെ തള്ളു കേട്ടിട്ടാണ് ഈ സിനിമ കാണാൻ പോയത്. കാര്യം അത്തരത്തിലുള്ള തള്ളായിരുന്നു ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സൂര്യ വന്നിരുന്നു പറഞ്ഞത്. സാധാരണ സൂര്യയുടെ സിനിമകളെ പറ്റി ഇങ്ങനെ തള്ളാറില്ല. പക്ഷേ ഇത് പുള്ളിയുടെ ഏറ്റവും വലിയ പടമാണെന്ന് തോന്നുന്നത്. ഈ 300-350 കോടി രൂപ കൊണ്ട് ചിലവാക്കി എടുത്ത പടമാണ്. അന്നേരം പുള്ളി തള്ളിയതായിരിക്കും ഇവിടെ. അജാതി തള്ളായിരുന്നു. ഇത് തള്ളു മാത്രമാണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. സീരിയസ്ലി ഇതിനകത്ത് ഇത് ഒരു രീതിയിലും നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ സൂര്യയുടെ ഏറ്റവും അവസാനം കണ്ട തിയേറ്ററിൽ പോയി കണ്ട സിനിമ 24 എന്ന് പറയുന്നൊരു മൂവി ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. വല്ലാത്തൊരു പോക്കായിപ്പോയി. കം ടു ദ മൂവി. ഇതിന് കങ്കുവാന്ന് മാറ്റിയിട്ട് വല്ല അലറൽ എന്ന് വല്ലതും ഇടുന്നതായിരിക്കും നല്ലത്. മൊത്തം അലറലാണ്. കാര്യം വരുന്നവനും പോകുന്നവനും എല്ലാവരും അറിഞ്ഞാം പുറഞ്ഞും അലറിക്കൊണ്ടാണ് ഇതിനകത്ത്. അത് തന്നെ ഭയങ്കര അരോചകമാണ് കേട്ടോ. ഇത് മോട്ടിവേഷൻ ആണെങ്കിലും അലറൽ, ദേഷ്യമാണെങ്കിലും അലറൽ, സ്നേഹം കാണിക്കുന്നതാണെങ്കിലും അലറൽ, മൊത്തത്തിലൊരു അലറൽ സെറ്റപ്പാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ ഒരു ഇതിവൃത്തത്തിലേക്ക് വരുവാണെങ്കിൽ ഒരു അച്ഛൻ മകൻ ബന്ധം, അല്ലെങ്കിൽ ഒരു നമ്മുടെ സൂര്യയും ഒരു കൊച്ചും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഗൈസ് കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മഗധീരയൊക്കെ ഉണ്ടല്ലോ, മഗധീരയുടെയൊക്കെ ഒരു അച്ഛൻ മകൻ വെർഷൻ, അതാണ് ഈ സംഭവം. ഈ പടം തുടങ്ങി ഒരു 5 മിനിറ്റ് ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ സാധനം എന്തുവാണ്. തുടക്കം തന്നെ ഇല്ല. ദിശാപട്ടിണി ഉണ്ടല്ലോ, ദിശാപട്ടിണി, ആ പട്ടിണിയെ കാണിച്ചോണ്ടാണ്. എൻ്റെ പൊന്നടാവേ, എന്തൊരു ക്രിഞ്ചാണോ ദൈവമേ. കുറച്ച് നേരമേ അതിനെ കാണിച്ചോളൂ. ഇച്ചിരിയും കൂടെ നേരം കാണിച്ചായിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോട്ട അവസ്ഥ വന്നേനെ. അമ്മാതിരി അളിഞ്ഞ്. എന്തിനാണ് ഈ സാധനത്തിലേക്ക് വിളിച്ചിവിടെ കൊണ്ടെന്ന് അഭിനയിപ്പിക്കുന്നത്? ചേച്ചിയെ വിളിച്ചോണ്ട് വന്നു, ഒരു പാട്ട് പാടി ചേച്ചിയെ കൊണ്ട് മുതലാക്കിച്ചിട്ട് അങ്ങ് അമ്മമാര് പറഞ്ഞു വിടും. അത്രേ ഉള്ളൂ ചേച്ചിയുടെ റോള്. വേറെ ചേച്ചിക്ക് റോളൊന്നുമില്ല. പിന്നെ സൂര്യയുടെ ഇൻട്രോ തന്നെ ഒരുമാതിരി മെനയില്ലാത്ത ഇൻട്രോ. പിന്നെ ഇതിനകത്ത് അറിയാലോ, ഈ സിനിമ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടോ മനസ്സിലായി കാണുമല്ലോ, 2 കാലഘട്ടങ്ങളിൽ നടക്കുന്നതാണ്. 1000 ഏതോ ഒരു കാലഘട്ടവും അതുപോലെ തന്നെ 2020 പ്രസന്റ് കാലഘട്ടവും. സോ രണ്ടും കൂടെ കണക്ഷൻ. മറ്റേ മഗധീര സിനിമയുണ്ടല്ലോ, ആ ഒരു സെറ്റപ്പ് മനസ്സിലായി, ആ ഒരു സെയിം പാറ്റേൺ തന്നെ. എനിക്ക് ബേസിക്കലി ഈ സിനിമ ഭയങ്കര കൂറയാണെന്ന് ഞാൻ പറയത്തുമില്ല. പക്ഷെ എനിക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം ഒരു ആക്ടിങ് വൈസ് ആണെങ്കിലും ലൈക്ക് നാടകത്തിൽ പോലും കാണത്തില്ല ഗൈസ് ഇത്ര ഓവർ ആക്ടിങ്. എന്തൊരു ഓവർ ആക്ടിങ് ആണ്, ഭയങ്കര അരോചകമായിരുന്നു ഉള്ള കാര്യം പറയാമല്ലോ. ഇതിനകത്ത് ലോജിക്കൊന്നും വെച്ച് ഇത് കാണാൻ പോകില്ല കേട്ടോ. ലോജിക്കൊക്കെ എടുത്ത് വിളയെ തള്ളിയിട്ട് വേണം കാണാൻ പോകാൻ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് അഴിച്ചില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ പുറകെ ഇരിക്കുന്ന ഒരുത്തം പറയുന്നുണ്ട്, എന്തൊരു കാട്ടവരാതെ വാടേ ഇത് പള്ളി വെച്ചിരിക്കുന്നതെന്ന്. ഇതിന്റെ ഡയറക്ടറിന്റെ പേര് പറഞ്ഞ് അങ്ങനെ നാണം കിടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗൈസ്. അവർക്ക് പറ്റിയൊരു കയ്യബദ്ധമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഇത് ഭയങ്കര മോശം പടമൊന്നും അല്ലേ, ബട്ട് ഇതൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനായിട്ടാണ് പോയത് സിനിമ കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഞാൻ വിചാരിച്ചു ബാഹുബലിയൊക്കെ കടത്തി വെട്ടും എന്നൊക്കെ വിചാരിച്ചു. സോ ബാഹുബലിയുടെ ഒന്നും വാരിക്കെട്ടാൻ പോലും ഉള്ള സാധനമില്ല. പിന്നെ നിങ്ങൾക്ക് സമയമൊക്കെ കളയാനുണ്ടെങ്കിൽ സൂര്യയുടെ ഏതെങ്കിലും ഒരു പടം ഇങ്ങനെ ചുമ്മാ കണ്ടോണ്ടിരിക്കുക, അങ്ങനെ വെറും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, ഒരു തരത്തിൽ നമ്മളെ ഒന്നും ടച്ച് ചെയ്ത് പോലും ഇല്ല. ഒരു ഗൂസ് ബംസ് ആയിരുന്നു, ഒരു ഒറ്റ സീൻ പോലും ഇല്ല ഇതിനകത്ത്. സീരിയസ്ലി അമ്മ എന്തൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മക്ക് പൊങ്ങൂല, അല്ല രോമം പൊങ്ങൂല ഗൈസ്. അത്തരത്തിലുള്ള സിനിമയാണ്. പിന്നെ കുറെ സെന്റിമെന്റ് ഒക്കെ വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ആ ചെറുക്കനും സൂര്യൻ തമ്മിലുള്ള സെന്റിമെന്റ് ഒക്കെ വർക്കൗട്ട് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സൂര്യയൊക്കെ കരയുന്ന സീൻ കണ്ട് എൻ്റെ പൊന്നെ ദൈവമേ നമ്മൾ ചിരിക്കും. ലിറ്ററലി നമുക്ക് ചിരി വരും സൂര്യയുടെ കാര്യത്തിൽ. എന്തുവാടേ ഇതിൽ ജയ്ബിയും സിനിമയ്ക്കകത്തൊക്കെ സൂര്യയുടെ ഒരു സെന്റിമെന്റൽ സീൻ നമുക്കത് ഫീലാവും, നമുക്ക് മനസ്സിൽ തട്ടും. ഇതിനകത്ത് പണ്ടാരം എന്തോന്നാണ് ഇത് കാണിച്ചു വെച്ചേക്കുന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ എഴഞ്ഞ് ഫസ്റ്റ് ഹാഫ് കഴിയും. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു സ്ത്രീകളുടെ ഒരു ഫൈറ്റ് സീനുണ്ട്. അത് മാത്രമാണ് അത്യാവശ്യം കൊള്ളാൻ തോന്നിയത്. കാര്യം ആ ഒരു ഫൈറ്റ് സീനിനകത്ത് സൂര്യ ഇല്ലായിരുന്നു, അതുകൊണ്ട്. പിന്നെ സാധാരണഗതിയിൽ ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നടന്റെ ഇടിയും കാണിക്കും, പിന്നെ കൂടെയുള്ള ആൾക്കാരുടെ ഇടിയും കാണിക്കും. ഇതിനകത്ത് യുദ്ധത്തിനകത്ത് സൂര്യ മാത്രം, വേറെ ആർക്കും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. എനിക്ക് തോന്നുന്നു ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അങ്ങനെ കാണിച്ചത്. കാര്യം സൂര്യ മാത്രം, കംപ്ലീറ്റ് ആയിട്ട് സൂര്യ മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് സൂര്യയെ ഒറ്റയ്ക്ക് ഒരു വലിയൊരു പടയെ നേരിടുന്ന ഒരു സീനറി ഒക്കെ ഉണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി
ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ ഭയങ്കര ഇല്ലോജിക്കലായിട്ട്, ലോജിക്ക് പോട്ടോ, കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനമില്ല. ഇതൊക്കെ എങ്ങനെ കാട്ടിക്കൂട്ടുന്നതേ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. ആ തരത്തിലുള്ള ഒരു സാധനം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു അച്ഛൻ മകൻ ബന്ധമാണ് ഗൈസ്. ബേസിക്കലി ആ ഒരു സെറ്റപ്പിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ഞാൻ കഥ അങ്ങ് പറയുന്നതല്ല, അങ്ങനെയൊന്നും അല്ല സംഭവം. നിങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാവും. ഓക്കെ, ഏതാണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമാണ്. ഓക്കെ, ഈ അച്ഛൻ മകനൂടെ കാട്ടിപ്പോകുന്ന ഒരു രംഗമുണ്ട്. അന്നേരം ആ കാട്ടി വെച്ചിട്ടുള്ള ഒരു ഇവർ തമ്മിൽ ഉള്ള ഒരു ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ട്. അതൊരു പാട്ടായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. ആ പാട്ട് എടുത്തു വെച്ചേക്കുന്നത് പല സിനിമകളിലും എന്താ പറയുക, നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫേമസ് ലൊക്കേഷൻ വെച്ചിട്ടാണ് ആ ഒരു പാട്ട് സീൻ എടുത്തിരിക്കുന്നത്. അന്നേരം ആക്ച്വലി അതൊരു കാർഡായിട്ടാണ് ഇവരത് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്കതൊരു കാർഡായിട്ട് ഫീൽ ചെയ്യത്തില്ല. അച്ഛനും മകനും കൂടെ വേറെ എങ്ങാണ്ട് ടൂറ് പോയിട്ട് അവിടെ വെച്ചെടുത്ത ഒരു പാട്ട് സീൻ പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. കാര്യം സൂര്യയുടെ തന്നെ പല സിനിമകളിലും ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ചറവറാത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്, ഒരുപാട് സിനിമകളിൽ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ മറ്റേ ബോബി ഡിയോലിനെ കൊണ്ടുവന്നായിരുന്നു. പുള്ളിയൊക്കെ കാര്യമൊന്നുമില്ല, വലിയ ഒന്നുമില്ല. പിന്നല്ല ഞാൻ എന്തിനു പറയാൻ. പിന്നെ ഏറ്റവും അവസാനം ഒരു രത്നാശം വരും. ഏറ്റവും അവസാനം, ഇത് ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് ഇനി അടുത്ത പാർട്ടുണ്ട്. ഏറ്റവും അവസാനം രത്നാശം വരും. ഈ രത്നാശന്റെ ഇൻട്രോ ആണ് ഗായ്സ് സെറ്റ്. രത്നാശം വരുന്നത് തന്നെ ഒരുത്തൻ്റെ കൈ രണ്ടും വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞാൻ സ്പോയിലർ പറയാമെന്ന് വിചാരിക്കില്ല, ഇത് സ്പോയിലറായിട്ട് തോന്നൂല. അതാണ് ഇതിൻ്റെ കോമഡി. എന്നിട്ട് രത്നാശൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ കൈയൊക്കെ രണ്ടും പോയി കഴിഞ്ഞാൽ പെടഞ്ഞിങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇവൻ രണ്ട് കൈയും ഇല്ലാത്തവൻ എണീറ്റ് ചെയ്തിട്ട് രത്നാശൻ കീ ജയ് എന്ന് പറഞ്ഞിട്ട് ജയ് വിളിക്കും. എൻ്റെ പിന്നെ ലിറ്ററലി ഞാൻ തിയേറ്ററിൽ നിങ്ങളുടെ തലയിൽ കൈവച്ച് പോയി, എന്താടാ പണി വെച്ചവർക്ക്. ഓ, പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേറെ പ്രത്യേകത ഉണ്ട്. നമ്മുടെയൊക്കെ നരമ്പൊന്നും മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ചോര വാർന്ന് മരിക്കും. അവിടെ ഉള്ള ആൾക്കാർ കൈ വെട്ടിക്കളഞ്ഞാൽ പോലും ചോര വാർന്ന് മരിക്കില്ല ഗൈസ്. അങ്ങനെയുള്ള ഒരു പവറുള്ള ഗോത്രവർഗ്ഗക്കാരാണ് അവിടെ ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറേ കൊടുമകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ സൂര്യയുടെ ലുക്ക് കൊള്ളാം. അത് മാത്രമുണ്ട് ഇച്ചിരി മെനയായിട്ടുള്ളത്. അത് പിന്നെ ബോഡി കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആക്കാറ്, കുറച്ചുകൂടെ ഒരു മാസി ലുക്ക് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടറുമായിട്ട് കിടിലുമായിട്ട് നിന്നേനെ. അതെങ്കിലും ചെയ്തല്ല, അത് തന്നെ വലിയ കാര്യം. പിന്നെ കടലിൽ വെച്ചിട്ടൊക്കെ ഉള്ള കുറേ ഫൈറ്റ് സീൻ ഉണ്ട്. നമ്മളെല്ലാം മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഗത്തിനകത്ത് കണ്ട പോലെ തന്നെ. അതൊക്കെ മൊത്തം മറ്റേ VFXന്റെ പരിപാടിയാണ്. പിന്നെ ഇതിനകത്ത് VFX അതിനെയൊക്കെ നമ്മളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്രയൊക്കെ കിടിലായിട്ടൊന്നും ഒരു 350 കോടി രൂപയുടെ വകുപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പറ്റിച്ചെന്നാണ് തോന്നുന്നത് കേട്ടോ, ഉള്ള കാര്യം പറയാം. എനിക്ക് മനസ്സിലാവാത്തതില്ല, ഇത്രയും ഒരു ഹൈപ്പിൽ ഒരു പടം ഇറക്കിയിട്ട് അതിനകത്ത് നമുക്ക് ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുന്ന ഒരു ഗൂസ് ബംസ് ഉള്ള ഒരൊറ്റ സീന്, കുറെ അലറലുണ്ട്, അറഞ്ചാൻ പുറഞ്ച അലറല്. അതല്ലാതെ ഒരൊറ്റ സീനില്ലെന്നുള്ളതാണ്. ഒരിടത്ത് പോലും നമുക്കൊന്ന് കൈയടിക്കാൻ, കൈയൊന്ന് പൊങ്ങിയിട്ട് വേണ്ട അടിക്കാൻ തോന്നിയിട്ടില്ല. ഒരു നല്ലൊരു പാട്ടില്ല. BGM പിന്നെ കുഴപ്പമില്ല, ഒരു ആവറേജ് ലെവലിൽ പോകുന്നു. നമ്മളൊരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ സിനിമ നമ്മുടെ കൂടെ വരണം, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ പതിയണം. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫീലിങ്സിനെ അതൊന്ന് തൊടണം. ഇത് കാട്ടവരാതം എന്ന ഫീലിങ്സ് അല്ലാതെ വേറെ ഒരു ഫീലിങ്സിനെയും തൊട്ടിട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. സൂര്യ ഇതിന്റെ ഓഡിയോ ലോഞ്ചിനൊക്കെ വന്ന സമയത്ത് പുള്ളി ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഈ ഓഡിയോ ലോഞ്ചിന് വന്ന പാസ് തന്നെ ആയിരിക്കും ഇതിന്റെ സക്സസ് സെലിബ്രേഷന്റെ പാസും. സോ അതുകൊണ്ട് നിങ്ങൾ പാസ് ഒന്നും കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒബ്ജാതി കോൺഫിഡൻസ്, ഭയങ്കര കോൺഫിഡൻസിന്റെ കൊടുമുടിയിൽ ഇറക്കിയ സാധനമാണ്. അന്നേരം ഇതൊക്കെ കേൾക്കാൻ നമുക്കും ആ രീതിയിലുള്ള എക്സ്പെക്ടേഷൻ ആണ്. അതും വെച്ചോണ്ടൊക്കെ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിരാശപ്പെട്ടു. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒരു 3D പടം, ഞാൻ 2D ആണ് കണ്ടത്. 3D കണ്ടിട്ട് ഞാൻ റിഗ്രറ്റ് അടിച്ചു പോയതിനെ. 2D ആണ് കണ്ടത്. ഓക്കെ, കാര്യം എന്തെങ്കിലും 3D എടുക്കാഞ്ഞത്. അന്നേരം ആ ഒരു എക്സ്പെക്ടേഷനൊക്കെ വെച്ചുകൊണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ പൊട്ടപ്പടമെന്ന് കാണാൻ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഭയങ്കര മോശം പടമാണെന്നും പറയുന്നൊന്നുമില്ല. ബട്ട് നമുക്ക് തന്ന എക്സ്പെക്ടേഷനോട് ഒരു തരത്തിലും നീതി പുലർത്തിയിട്ടില്ല. ഭയങ്കര ലാഗുണ്ട്, എൻ്റർടൈനിങ് അല്ല. ഒരു ബിലോ ആവറേജ് പടം എന്നതിലുപരി എനിക്കിതിനെ ഒരു തരത്തിലും കാണാൻ പറ്റില്ല. സോ ഇത് ഞാൻ റിവ്യൂ ഒന്നും പറയാൻ നമ്മൾ ആളല്ല. ഞാൻ കണ്ട എൻ്റെ ഒപ്പീനിയൻ മാത്രമായി നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് റിവ്യൂ ഒന്നും പറയാറില്ല. ഞാൻ എന്താണോ കണ്ടത് അത് വന്ന് പറഞ്ഞു. സോ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഇനി എപ്പോൾ ഇറങ്ങുമെന്നൊന്നും അറിയില്ല. അതിനകത്ത് നമ്മുടെ സൂര്യയും രത്നാശനും തമ്മിലുള്ള പരിപാടിയാണ് ഗൈസ്. രത്നാശൻ ആരാണെന്ന് ട്രെയിലറിനകത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ട്രെയിലറിനകത്ത് ചെറുതായിട്ട് രത്നാശനെ കാണിക്കുന്നുണ്ട്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ താഴെ വന്ന്
കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്താണ് നിങ്ങളുടെ അനുഭവം? കൂടുതലൊന്നും പറയാനില്ല. അപ്പം ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ.